ഫെബ്രുവരിയുടെ തുടക്കമായതേയുള്ളൂ. പകൽ ചുട്ടുപൊള്ളുകയാണ് പാലക്കാട്ട്. ഉച്ചസമയത്ത് ജോലിക്കിറങ്ങാൻ കഴിയുന്നില്ല എന്നാണ് പാലക്കാട്ടുകാർ പറയുന്നത്. എന്നാൽ താപനില മുൻ വർഷത്തെ അപേക്ഷിച്ച് കുറഞ്ഞു വരികയാണെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. ഫെബ്രുവരി തുടങ്ങിയതേയുള്ളൂ, പക്ഷേ പാലക്കാട്ടെ ചൂട് കലശലായി തുടങ്ങി. പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങി ജോലി ചെയ്യുന്നവരുടെ കാര്യമാണ് കഷ്ടം. 42.6 വരെ എത്തിയ കഴിഞ്ഞ വർഷത്തെ താപനിലയെ കടത്തിവിട്ടുമോ ഇത്തവണയെന്നാണ് പാലക്കാട്ടുകാരുടെ ആശങ്ക. എന്നാൽ ആ സാഹചര്യം ഉണ്ടായേക്കില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ മാത്രമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളൊരു സംഗതിയല്ല. അതായത് ഇപ്പോൾ ഹ്യൂമിഡിറ്റി കൂടുതലുള്ളൊരു അവസ്ഥയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അന്തരീക്ഷത്തിൽ ജലത്തിൻ്റെ സാന്നിധ്യം കൂടുതലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത്രയും ഹീറ്റ് ഹോൾഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു 35 ഡിഗ്രി ചൂടാണെങ്കിൽ തന്നെ ചിലപ്പോൾ ഒരു 40 നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഓക്കെ, സോ അത് ടെമ്പറേച്ചർ മാത്രമല്ല ഫാക്ടർ. ഇപ്പോഴത്തെ അവസ്ഥയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹ്യൂമിഡിറ്റി കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് വലിയൊരു അപകടം. നിങ്ങൾ നേരിട്ട് വെയിലത്ത് പോയി നിൽക്കുന്ന ഒഴിവാക്കുക, ഡീഹൈഡ്രേറ്റഡ് ആവാതെ നോക്കുക എന്നുള്ളതാണ് മെയിനായിട്ട്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 8-ന് 38 മുതൽ 39 ഡിഗ്രി വരെ താപനില വിവിധ വെതർ സ്റ്റേഷനുകളിൽ രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇത്തവണ അത് 36.9 എന്ന് മാത്രമല്ല, കഴിഞ്ഞ 4 ദിവസം മുൻപ് 37.6 രേഖപ്പെടുത്തിയിരുന്നിടത്തു നിന്നാണ് താപനില 1 ഡിഗ്രിയോളം കുറഞ്ഞത്. ഹ്യൂമിഡിറ്റി കുറവാണെന്നതും ഇത്തവണ അനുകൂലമെന്നാണ് വിലയിരുത്തൽ. എന്നിരിക്കെയും പകൽ സമയത്ത് തുറസായിടങ്ങളിൽ ജോലി ചെയ്യുന്നവർ ജാഗ്രത പാലിക്കണം. 42 ഡിഗ്രി ആയിരുന്നു പാലക്കാട്ടെ കഴിഞ്ഞ വർഷത്തെ ഉയർന്ന ചൂട്. അതിൽ നിന്ന് ഇത്തവണ ഉയരാൻ സാധ്യതയില്ലെന്നാണ് ഭൗമ വിദഗ്ധർ പറയുന്നത്. പക്ഷേ ഫെബ്രുവരി ആദ്യവാരത്തിലെ ചൂട് തന്നെ താങ്ങാനാകുന്നില്ലെന്നാണ് പാലക്കാട്ടുകാർ പറയുന്നത്. നിഖിൽ പ്രമേഷ്, 24 പാലക്കാട്.